ഇപ്പോൾ ഏറ്റവും അധികം ചർച്ചയായി നിൽക്കുന്നത് അന്തരിച്ച മുൻ ധനമന്ത്രിയായിരുന്ന അരനൂറ്റാണ്ടിലേറെക്കാലം കേരള നിയമസഭാ അംഗവും അതുപോലെ മന്ത്രിയുമായിരുന്ന കെ മാണിയുടെ ആത്മകഥ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്തതും ആ പുസ്തകത്തിലുണ്ടായിരിക്കുന്ന ചില വസ്തുതകൾ, അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്ന പല വിവരങ്ങൾ, അത് കോൺഗ്രസിനെ തന്നെ തിരിഞ്ഞുകുത്തുകയാണ്. തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലുടനീളം നേരിടേണ്ടി വന്നിട്ടുള്ള എല്ലാത്തരം വെല്ലുവിളികളെയും അദ്ദേഹം തന്നെ വിവരിക്കുകയാണ്. അതൊക്കെ തന്നെ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് തന്നെ ആയിരുന്നു എന്നതാണ് ഗുരുതരമായൊരു പരാമർശം. ബാർക്കോഴ കേസ് ചില നേതാക്കളുടെ കുതന്ത്രങ്ങളുടെ ആകത്തുകയെന്നാണ് അദ്ദേഹം ഇതിലൂടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളുമായി കേരള കോൺഗ്രസ് എമ്മിൻ്റെ പരേതനായ നേതാവ് കെ എം മാണിയുടെ ആത്മകഥ പുറത്തിറങ്ങി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആത്മകഥയുടെ പ്രകാശനം നിർവഹിക്കുന്നു. ചടങ്ങിലേക്ക് ഒരു കോൺഗ്രസ് നേതാവിനെ പോലും ക്ഷണിച്ചിട്ടില്ല. പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് മാത്രമാണ് അല്ലാതെ ഒരു ക്ഷണമുള്ളത്. ഇതിനോടകം തന്നെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഈ പുസ്തകം ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. കെ എം മാണി മരിക്കുന്നതിന് 6 മാസം മുൻപ് എഴുതിയ ആത്മകഥയാണ് നിലവിൽ പ്രസിദ്ധീകരിക്കുന്നത്. കെ എം മാണി ഫൗണ്ടേഷനാണ് കാര്യം വ്യക്തമാക്കുന്നത്. തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയത്, ആ നാളുകളിലൂടെ കടന്നു പോകാൻ കാരണക്കാരായിട്ടുള്ളത് അത് കോൺഗ്രസ് നേതാക്കളാണെന്നും അതിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് തന്നോടുള്ള പ്രതികാര മനോഭാവം ഉടലെടുത്തത് മുഖ്യമന്ത്രിയാവാൻ പിന്തുണ നൽകാത്തത് കൊണ്ടാണെന്നും കെ എം മാണി തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ചെന്നിത്തലയുടെ കുതന്ത്രങ്ങൾ തന്നെയാണ് ഇതിലൂടെ വിവരിക്കുന്നത്. ബാർക്കോഴ കേസിന് പിന്നിൽ കോൺഗ്രസിൽ തന്നെയുള്ള ചില നേതാക്കളുണ്ടെന്നതും ആരോപിക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവ് തന്നെ സമീപിച്ചു. ഒട്ടും തന്നെ ലെവലേശം വില കൽപ്പിച്ചിരുന്നില്ല. അതോടെ ബാർക്കോഴ ആരോപണം എന്നത് തനിക്കെതിരെ ഉപയോഗിക്കാനുള്ളൊരു വടിയായി കോൺഗ്രസ് എടുത്തുകാട്ടി. ബാർ ലൈസൻസ് പുതുക്കാനുള്ള ഫയല് നിയമമന്ത്രിയായിരുന്ന തന്നെ മറികടന്നാണ് എക്സൈസ് മന്ത്രിയായ കെ ബാബു നിയമസഭയിൽ എത്തിച്ചതെന്നും കെ എം മാണി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആരോപണമുണ്ടാവാൻ കാത്തിരുന്നത് പോലെയാണ് ചെന്നിത്തലയും ഓരോ സമയത്തും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അടിയന്തരകാര്യം എന്നതുപോലെ തന്നെ തനിക്കെതിരെ വിജിലൻസ് അന്വേഷണവും പ്രഖ്യാപിച്ചു. ഇത്തിരി വെള്ളം കുടിക്കട്ടെ എന്ന് ചിലപ്പോൾ ചെന്നിത്തല മനസ്സിൽ കരുതിയിട്ടുണ്ടായിരിക്കണം. കേസിൽ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച വ്യക്തിക്ക് ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി ഏറ്റവും അടുത്ത ബന്ധം തന്നെ ഉണ്ടായിരുന്നുവെന്നും ഇതിലൂടെ മാണി കുറ്റപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും വിവാഹം നടത്തിപ്പുകാരായി മാറിയിട്ടുണ്ട്. ബാർക്കോഴ കേസിൽ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകനായ ജി കാർത്തികേയൻ വിഷയത്തെ സമീപിച്ച രീതിയിലേറെ വിഷയമുണ്ടായതായും കെ എം മാണി തന്നെ ഇതിൽ കുറിക്കുന്നുണ്ട്. മന്ത്രിസഭയിലെ തങ്ങളുടെ സഹപ്രവർത്തകനെ വേട്ടയാടുന്ന ഒരു വൈരിയുടെ വീട്ടിൽ പോയ സാഹചര്യം അത് ഒഴിവാക്കാമായിരുന്നില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. താനായിരുന്നെങ്കിൽ ഒരിക്കലും പോകില്ലായിരുന്നു. അടൂർ പ്രകാശിൻ്റെ വീട്ടിൽ പോകുന്നതൊക്കെ തന്നെ മനസ്സിലാക്കാം. അദ്ദേഹം കോൺഗ്രസ് നേതാക്കളിൽ പ്രമുഖനാണ്. പക്ഷേ ഒരു ബാർ ഉടമയുടെ വീട്ടിൽ പോകേണ്ട കാര്യം എന്തായിരുന്നു എന്ന ചോദ്യമാണ് ആത്മകഥയിലൂടെ കെ എം മാണി ഇപ്പോഴും ചോദിക്കുന്നത്. ബാർക്കോഴ കേസിലെ ആരോപണങ്ങളെല്ലാം തന്നെ അതിജീവിച്ച് താനന്ന് പാലയിൽ വീണ്ടും ജയിച്ചു. പക്ഷേ UDFന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു.